നിങ്ങൾ മിറർ ട്രാപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? കുറച്ച് സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനാണ് BDD അല്ലെങ്കിൽ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതിന്റെ നിക് നെയിം ആണ് ഈ ഒരു മിറർ ട്രാപ്പ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു വ്യക്തി തന്റെ ഇൻസെക്യൂരിറ്റീസിൽ ഹൈലി ഒബ്സസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനെയാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ അല്ലെങ്കിൽ മിറർ ട്രാപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ പല ആളുകളുടെയും ഇൻസെക്യൂരിറ്റീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫേസിൽ പിമ്പിൾസ് വന്നതിൽ ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളൊരു മിറർ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ ആകെ കാണുന്നതും ഈ ഒരു പിമ്പിൾസ് മാത്രമായിരിക്കും. നമ്മൾ ആ ഒരു പിമ്പിൾസ് വെച്ചിട്ടായിരിക്കും നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. ആ പിമ്പിൾസ് ആണ് നമ്മുടെ ബ്യൂട്ടിയെ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ മേ ബി അയാൾക്ക് വേറെയും ഫീച്ചേഴ്സ് ഒക്കെ നല്ല ഫീച്ചേഴ്സ് ഉണ്ടാവും, നല്ല ചിരി, നല്ല കണ്ണ്, മൂക്കെല്ലാം ഉണ്ടാവും. പക്ഷെ അവർ ഈ ഒരു പിമ്പിൾസ് വന്നു എന്ന കാരണം കൊണ്ട് അവരെ കാണാൻ ഭംഗിയില്ല, അവരെ ആരും നോക്കില്ല, അവർ അട്രാക്റ്റഡ് അല്ല എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മിററിന്റെ അകത്ത് അവർ ട്രാപ്പായി പോകുക എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു മിറർ ട്രാപ്പിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ നമ്മൾ മിററിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യും. അതായത് മിററിനെ നമ്മൾ നോക്കുക ചെയ്യില്ല. മിറർ ഉള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ പോലും നമ്മൾ അതിനെ ഒരു എന്തിനോ അവോയ്ഡ് ചെയ്യുന്ന പോലെ നമ്മൾ നോക്കാണ്ട് അങ്ങനെ പോകും. അതാണ് ഒരു സിറ്റുവേഷൻ. പിന്നെ രണ്ടാമത്തെ സിറ്റുവേഷൻ, നമ്മൾ മിറർ ഒരുപാട് നേരം നമ്മൾ മിറർ നോക്കും. അതായത് ഒരു ദിവസം നമ്മൾ 3-4 തവണയൊക്കെ നോർമലായിട്ട് നോക്കാം. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10, 15, 20 തവണയൊക്കെ മിററിൽ റിപ്പീറ്റഡ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അതായത് നമുക്ക് ഈ ഒരു ഫേസിലുള്ള ആ ഒരു ഇൻസെക്യൂരിറ്റി അവിടെ ഉണ്ടോ, അത് ബോറാണോ, അതെങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്.